49. നമുക്കൊന്ന് ചെറിയത് വാങ്ങണേ 40 ഉറുപ്പ്യ എടുക്കണ്ടേ? നാളെ തിന്നാലോ. ഹായ് അസ്സലാമു അലൈക്കും. ഇത് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പോരാ, ഷാനൂസിന് ലഞ്ചിന് കൊണ്ടുപോകാൻ ചോറൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ കറിയാണ്, ഗ്യാസ് മേലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പത്തിരിയാണ്, പത്തിരിപ്പണി ഇമ്മൻ്റെതാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. ചിക്കൻ്റെ കറി ഞാനാണ് വെക്കുന്നത്. ചിക്കൻ കറിയിൽ മസാലയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കാനുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. ചായയിൽ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ അവിടെ നിന്ന് മാറ്റിയിട്ട് ചോറ് വെക്കാണ്ട്. ഷാനൂസിന് ലഞ്ചിന് കൊണ്ടുപോകാൻ ചോറ് ഇതാ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വെച്ചിട്ട് ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് അവിടെ കിടന്നാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം കറിയിലേക്ക് തേങ്ങ നമ്മൾ വറുത്തരച്ചതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ. അപ്പോൾ ഇനിയിപ്പോൾ ആ പണിയില്ല, അത് അരപ്പ് അതിലേക്ക് ഒഴിക്കാനുള്ളൂ. അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഏകദേശം കായ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷാനൂസിന് ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഞാൻ ഒരു 4 ചിക്കൻ്റെ പീസ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിനി. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാണ്ട് കേട്ടോ. അവന് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3-4 പീസ് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് എടുത്ത് ഇനിയിപ്പോൾ തേങ്ങൻ്റെ ഈ അരപ്പ് ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അങ്ങനെ തേങ്ങ അരച്ച കറി, പത്തിരി, ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് സ്നാക്സിന് കൊണ്ടുപോകാൻ പ്ലംസും ആപ്പിളും ഞാനൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ചോറ്, തേങ്ങ അരച്ച് വെച്ച ഈ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അവൻ കൊണ്ടുപോകുന്നത്. ചോറിലേക്ക് ഞാൻ എക്സ്ട്രാ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഈ രാവിലെ ഉണ്ടാക്കി ഈ ഒരു കറി തന്നെയാണ് ഞാൻ കൊടുത്തയക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തില്ലല്ലോ, അത് ജസ്റ്റ് ലഞ്ചിന് കൊടുത്തേക്കും. അപ്പോൾ എനിക്ക് രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കാനൊന്നും ടൈമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ നീ ഒറ്റയ്ക്ക് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവന് 5 നൈസ് പത്തിരി ആയതുകൊണ്ട് 5 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കറി ഒഴിച്ചു കൊടുത്തിട്ടോ. കറി ഒഴിച്ചു കൊടുത്ത് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഏകദേശം 8 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ ടൈം 8:20 ആകുമ്പോഴത്തേക്കും അവനിതൊക്കെ കഴിച്ച് കിട്ടണം. എനിക്കിതൊക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഒരു ടൈമും ഉണ്ടാവില്ല. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ചോറും പിന്നെ ആ ഒരു ചിക്കൻ്റെ കറിയും പിന്നെ ചെറിയ പീസായതുകൊണ്ട് 2 പീസ് ചിക്കൻ്റെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തത്. അങ്ങനെ ലഞ്ച് ബോക്സ് സെറ്റായി. അപ്പോൾ ഇതൊക്കെ റെഡി ആക്കുന്ന നേരം കൊണ്ട് അവൻ അത് കഴിച്ചോളെന്ന് ചോദിച്ചിട്ടാണ് അവൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവന് പ്ലംസ് ഞാൻ 2 കൊടുത്തേക്കുള്ളൂ, അതേ കഴിക്കുള്ളൂ. പിന്നെ ആപ്പിളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സ്നാക്സിനാണ് കേട്ടോ. അങ്ങനെ അതുമൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കിറ്റിലേക്കൊക്കെ കൊണ്ടുവെക്കാനുണ്ട്. അപ്പോൾ ഞാനത് കിറ്റിലേക്ക് കൊണ്ടുവെക്കാൻ പോവാം കേട്ടോ. അങ്ങനെ കിറ്റ് എടുത്ത് ഇതിലേക്കൊക്കെ വെച്ചൊക്കെ സെറ്റാക്കി. പിന്നെ അവനാണെങ്കിൽ അർജൻറ്റ് കൂട്ടുന്നുണ്ട്, കാരണം ബസ് വരെയുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അവന് ബാഗൊക്കെ ഇട്ട് ഒക്കെ സെറ്റായി നിൽക്കുകയാണ്. ഇന്ന് അവന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവന് വന്നതിൻ്റെ ശേഷമുള്ള വീഡിയോ ഞാൻ എടുക്കണ്ട കേട്ടോ. ഇത് ബസ് വന്നിട്ടോ. ബസ് വന്നപ്പം അവിടെ നിർത്തിയിട്ട് അവൻ പോയി, അതിൽ കയറി. ഏതായാലും ബസ്സിൽ കയറി. ഇനിയിപ്പോൾ ബസ് പോകണം. ബസ് പോയി ഇനിയിപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇടാം കേട്ടോ. അവന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്നതാണ്. ചെറുങ്ങനെ മഴ പെയ്തിന്. അപ്പോൾ ഞാൻ കുട കയ്യിൽ പിടിച്ചിരുന്നു. പക്ഷേ മഴ പിന്നെ അവിടെ നിന്നു. അവന് കുട തുറന്നില്ല. അങ്ങനെ അത് അവന് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ജ്യൂസ് റെഡിയാക്കിന് കേട്ടോ. വാനില എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇളഞ്ഞി ജ്യൂസ് അടിക്കില്ലേ, ഇളഞ്ഞി പാലിൽ ജ്യൂസ് അടിച്ചതാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിന് ഇന്ന് അവന് ചോറ് കൊണ്ടുപോയിന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോറ് കൊണ്ടുപോകുന്ന ദിവസം ഞാൻ ജ്യൂസോ അല്ലെങ്കിൽ സ്നാക്സ്, ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ കൊടുക്കുക. ഈവനിങ്ങിന് വന്നാൽ പിന്നെ ചോറ് കഴിക്കില്ല. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോണത്. ഷാനൂസിന് നല്ല ടെൻഷൻ ഉണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു 1 വീക്ക് കഴിഞ്ഞിട്ട് വിളിക്കുക, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കണമെന്ന്, പല്ലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് കീറി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ആ കാര്യത്തിൽ തീരുമാനമാവും എന്നുള്ളത് അവനക്ക് നല്ലോണം ഉറപ്പാണ്. അവൻ്റെ മൈൻഡ് സെറ്റാക്കിയിട്ടാണ് അവൻ പോണത്. കാരണം ഇന്ന് അത് ഡോക്ടർ ചെയ്യുന്നുള്ളത് അറിയാം. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനാണ് അവൻ്റെ മുഖത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ നടക്കാതെ എത്തിട്ടോ. മനോജ് ഡോക്ടറെയാണ് കാണിക്കുന്നത്. അങ്ങനെ
ഡോക്ടർ വിളിച്ചപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നത്. കാരണം ഡോക്ടർ കോളേജിൽ നോക്കിയിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഈവനിങ് ലേറ്റ് ആവും. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു 6:10 6:15 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ഡോക്ടർ വീടെത്തി. ഇനിയിപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ക്ലിനിക്കും വീടും കൂടിയാണ്. അപ്പം നമ്മളിതാ കയറി പോവാണ്. ഷാനസ് ഇങ്ങനെ ബാക്കോട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഒരു പേടിയാണ്. ഡോക്ടർ പേരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു പേടിയാണ് അവന്. ഒന്നാമെന്താ വെച്ചാൽ ടെൻഷൻ നല്ലോണം ഉണ്ട്. എൻ്റെ പോലെയല്ല, എനിക്ക് പിന്നെയും കുറച്ച് ധൈര്യം ഉണ്ടാവും. പക്ഷെ ഇത്രയും അവനില്ല. അവന് വേഗം ടെൻഷൻ വരും. അപ്പം അതുകൊണ്ട് നല്ലോണം എന്താ പറയുക, അവന് വരാനൊരു മടി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ ബാക്കിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഭയങ്കര പേടിയുണ്ട് ഉണ്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു പല്ല് റെഡിയാക്കാനല്ലേ. പല്ല് നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടോ എങ്ങനെയെങ്കിലും അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടോ കാര്യമില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനിൽ നിൽക്കണ്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ജസ്റ്റ്. ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ എന്താവും ഉമ്മ, എനിക്ക് ചോര വരൂലേ അങ്ങനെ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. എനിക്കും ഉണ്ട് ആ ടെൻഷന്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നോ നിങ്ങൾ നോക്കണ്ട. ഇത് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. കാരണം എനിക്കപ്പോൾ ഫോൺ പിടിക്കാൻ പോലുള്ള ധൈര്യമില്ല. കാരണം അവൻ അത്രയും കീറി പൊളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അപ്പുറത്തൊരു പേഷ്യൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് എടുക്കാൻ വന്നതാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും ഇവൻ്റെതെന്ന് പറഞ്ഞ്. അപ്പോൾ വന്ന് കരയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പുറത്ത് ഡോക്ടർ വേറെ പേഷ്യൻസിന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇത് തുടങ്ങുമ്പോൾ, അതായത് ഡോക്ടർ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കാരണം വീഡിയോ എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേസ്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും സെറ്റായി. മൂപ്പര് ആദ്യം സ്പ്രേ ചെയ്ത് ഡോക്ടർ, പിന്നെ അതിൻ്റെ ശേഷമാണ് ഇഞ്ചക്ഷൻ വെച്ചത്. എന്നിട്ടൊക്കെ എന്നിട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് വന്ന് തണുത്തത് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞ്, ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നെസ്റ്റോയിൽ വന്ന് ഇവിടെ ഓഫർ ഉണ്ടാവും, ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് നെസ്റ്റോ വരുന്നത്. ഇവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അവന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു ഡോക്ടർ, നല്ലൊരു ഹോസ്പിറ്റല്, നല്ല സ്കൂള് അങ്ങനെയാണ് അവനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നുള്ള ഒരു ഇതിൽ അവനെ കൊണ്ട് ചികിത്സിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല, ഞാൻ എങ്ങനെ ആയാലും ഇല്ല. ഞാൻ ഇപ്പോൾ ഹെൽത്ത് സെൻ്ററിൽ വരെ പോകാറുണ്ട് എനിക്ക് പനി ചുമയൊക്കെ വന്നാൽ. പക്ഷെ എനിക്ക് അവനെ ഒരിക്കലും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കൊണ്ടിടാൻ എനിക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നല്ലൊരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഞാൻ അവന് കൊടുക്കുന്നത്. അത്രയും വേദന ഒന്നും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഷുവറാണ്, കാരണം ഡോക്ടറെ അടുത്ത് ഒരു അബദ്ധം പറ്റൂല എന്നുള്ളത്. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടോ. രണ്ട് പല്ലിൻ്റെ ഊണിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് നെസ്റ്റോയിലേക്ക് വന്നതാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ നെസ്റ്റോൻ്റെ വീഡിയോ എടുക്കുന്നതിനോടാണ് ഇതേപ്പറ്റി ഇങ്ങനെ വല്ലാതെ പറയാത്തത്. ഇത് പുതിയ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ് നെസ്റ്റോ വരുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് ഐസ്ക്രീം വാങ്ങിക്കാനാണ്. ഐസ്ക്രീമും പിന്നെ മറ്റേ ഡ്രീം കേക്ക് ഉണ്ടല്ലോ, അതും വാങ്ങിക്കാമെന്ന് കരുതി. ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഒരു കേക്ക് വാങ്ങിക്കുക, പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് കരുതി. തണുത്തത് എന്തെങ്കിലും അവന് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമിന് ഓഫർ ഉണ്ടാവും, അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. അത് അവൻ്റെ ആ ഒരു പല്ല് ഇനിയിപ്പോൾ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരണം. പല്ല് കണ്ടിട്ടോ ഇറങ്ങി ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ കഴിഞ്ഞ് എനിക്കും സമാധാനമായി. അങ്ങനെ ഇതാ ഡ്രീം കേക്കിന് 249 വരുന്നത്. അതിൻ്റെ ഒരു ബോക്സ് എടുത്ത് ഈ ഒരു കേക്ക് കണ്ടു, റെഡ്, ഇതൊക്കെ 199 കേട്ടോ കേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഗോകുലം മോളിലത്തെ നെസ്റ്റോയിലുള്ളതിനേക്കാൾ ഒന്നും കൂടി ഇവിടെ ഉണ്ട് എന്ന് തോന്നിട്ടോ. കളേഴ്സ് ഇങ്ങനെ കേക്കിൻ്റെ കളേഴ്സ് റെഡൊക്കെ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് കേട്ടോ. 199 ബ്ലാക്ക് ഉണ്ട് മുകളിൽ. പക്ഷെ ഇത്ര ഇത് ഗോകുലം മോളിലെ നെസ്റ്റോയിൽ ഇത്ര കേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 199 വരുന്നത്. ബ്ലാക്കിന് യെല്ലോ, റെഡ് പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇത് 199 ബ്ലാക്ക്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ബ്ലാക്ക്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് അവിടെ അങ്ങനെ അതിലിങ്ങനെ വൈറ്റ് നമ്മൾ നെയിം ചെയ്തുമ്പോൾ നല്ല ഭംഗിയുണ്ടാവില്ലേ കാണാൻ, വൈറ്റ് ഇതുകൊണ്ട്. അപ്പോൾ അവിടെ വെച്ച് അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇതിന് വരുന്ന 229. നമുക്ക് ബേക്കറിയിൽ പോയാൽ 229 500 ബ്ലാക്ക് ഫോറസ്റ്റ് കിട്ടും. 500 ആണോ 1 kg ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഐസ്ക്രീം വാങ്ങിക്കുമ്പം എൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തിനാ ഐസ്ക്രീം വാങ്ങിക്കുന്നത് ഇത്ര വലിയ ബോക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് നാളെയും കഴിക്കാമല്ലോ, ഇപ്പം തന്നെ കഴിക്കേണ്ടല്ലോ ഒന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഇതാ വാങ്ങിച്ച്. ഇതിന് വരുന്നത് 139 കേട്ടോ.
ഇത് ഓഫർ റേറ്റാണ്. ഇത് ശരിക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 200 സംതിങ് ആണ്. ഇതിമേലുണ്ടാവും റേറ്റ്, ഞാൻ എടുത്തുതരാം കേട്ടോ. ഇതിമേലുണ്ടതാ 200 സംതിങ് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ 139 കേട്ടോ ഓഫർ റേറ്റ് വരുന്നത്. 139 നമുക്ക് 1 kg വാനിലേൻ്റെ ഐസ്ക്രീം കിട്ടുമോ? ഷോപ്പിൽ പോയാൽ ബേക്കറിയിൽ പോയാലൊക്കെ നമുക്ക് ഐസ്ക്രീം കിട്ടുമോ 1 kgൻ്റെ വാനില മാംഗോ സ്ട്രോബെറി ഒക്കെ ഉണ്ട്. ഞാനെടുത്ത വാനിലയാണ് കേട്ടോ. അങ്ങനത്തെ ഷാനസ് സ്പൈഡർമാൻ്റെ എന്തോ ചോക്ലേറ്റും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ബില്ല് ചെയ്ത്. അപ്പോൾ ഇത് 3 കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഷാനസിൻ്റെ ഫേസ് ശ്രദ്ധിച്ചോ, ഇവിടെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പരുത്തി അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. ഞാൻ ഒന്നാമത് ഇതിങ്ങനെ നമ്മൾ ഡിലേ ആയിട്ട് കാര്യമില്ല, ഇതിങ്ങനെ ചെയ്യാനുള്ളത് നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരം വൈകിട്ട് കാര്യമില്ല, ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തു പോകണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ വേഗം പെട്ടെന്ന് അതൊക്കെ സെറ്റാക്കിയതാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാൻ, അവൻ ഈ ചെയ്യുന്ന സമയത്തൊക്കെ എന്നോട് ശ്രദ്ധിക്കാനും നോക്കാനൊക്കെ. എനിക്കതൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ ബാക്കിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ അവനെങ്ങനെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. ഏതായാലും അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല്ലിങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴത്തോട്ട് ഇനി ഇറങ്ങി വരാനുണ്ട്. അൽഹംദുലില്ലാ ഒക്കെ കഴിഞ്ഞിട്ടോ, ഒക്കെ റെഡിയായി സെറ്റായി. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.